ഈ മാസം തുടക്കത്തിൽ തന്നെ ലോകത്തെ ഞെട്ടിത്തെറിപ്പിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ് ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ വിഭാഗത്തിൻ്റെ തലവനായ ശ്രീ ഇസ്മായിൽ ഹനിയ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് വധിക്കപ്പെടുന്നു. ആരാണ് ഇസ്മായിൽ ഹനിയ? എന്താണ് ഹമാസ്? എന്തുകൊണ്ട് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ വെച്ച് വധിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഇസ്മായിൽ ഹനിയയുടെ വധം ലോകത്തെ ഓൾറെഡി തന്നെ സംഘർഷത്തിൻ്റെ വക്കിലേക്ക് എത്തിച്ച പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷഭരിതമാക്കുമെന്ന് വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും ഏജൻസികളും ഭയപ്പെടുന്നു? ഈ വിഷയങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ദ വേദിക് IAS അക്കാദമി. We will explain why, what and how. എന്താണ് ഹമാസ്? അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങൾ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഹമാസ് പാലസ്തീനിയൻ വിമോചന സമരത്തിനായി പ്രവർത്തിക്കുന്ന പ്രമുഖ സംഘടനകളിൽ ഒന്നാണ്. 20 ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന ഗാസ മുനമ്പിൽ 2007 തൊട്ട് അധികാരം കൈയാളുന്നതും ഹമാസാണ്. 1960കളിൽ പാലസ്തീനിയൻ വിമോചനത്തിനായി രൂപീകരിക്കപ്പെട്ട പാലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അഥവാ PLO എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന യാസർ അറാഫത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനം ഓസ്ലോ കരാറിൽ ഒപ്പിടുക വഴി പാലസ്തീൻ ജനതയുടെ സ്വതന്ത്ര രാഷ്ട്രമെന്ന മോഹത്തെ കുരുതി കൊടുത്തു എന്ന് പാലസ്തീൻ ജനതയുടെയും അറബ് തെരുവുകളിലും കത്തിപ്പടർന്ന വികാരത്തിൻ്റെ ചിറകിലേറിയാണ് ഹമാസ് കൂടുതൽ ശക്തമാർജിക്കുന്നത്. ആയിരത്തി 1980കളിലും 90കളിലും പാലസ്തീൻ തെരുവുകളിൽ ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ പിൽക്കാലത്ത് പാലസ്തീൻ ഇന്തിഫദ എന്ന വാക്കിൽ അറിയപ്പെട്ട ജനകീയ പ്രക്ഷോഭവും സംഘർഷവും ഹമാസിന് വളരാൻ വേണ്ടുവോളം വെള്ളവും വളവും നൽകി. പശ്ചിമേഷ്യയിൽ സ്വാധീനം ഉള്ള മുസ്ലിം ബ്രദർഹുഡിൻ്റെ പ്രാദേശിക ഘടകമായി രൂപീകൃതമായ ഹമാസ് ഈ പാലസ്തീനിയൻ ഇന്തിഫദയുടെ ചിറകിലേറിയാണ് കൂടുതൽ ജനപിന്തുണ ആർജിക്കുന്നതും തുടർന്ന് 2007 പാലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷനെ തന്നെ നിഷ്കാസിതമാക്കിക്കൊണ്ട് ഗാസയിൽ തങ്ങളുടെ അധികാരം സ്ഥാപിക്കുന്നതും കൈയാളുന്നതും. ഇസ്രയേൽ പാലസ്തീനിയൻ സംഘർഷത്തിന് ശാശ്വതമായ പരിഹാരം UN തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ള ദ്വിരാഷ്ട്ര പദ്ധതി അഥവാ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ആണ് എന്നതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട്. 2023 ഒക്ടോബർ 7 ഹമാസിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കപ്പെട്ട ഓപ്പറേഷൻ തൂഫാനി അലസ്ക എന്ന ഭീകരാക്രമണ പദ്ധതിയെ ശക്തമായി അപലപിച്ച രാജ്യവുമാണ് ഇന്ത്യ. ഈ ശക്തമായി അപലപിച്ച ഇന്ത്യ എന്നാൽ ഹമാസിനെ ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നതുപോലെ തന്നെ ഹമാസുമായിട്ട് യാതൊരു ഔദ്യോഗിക ബന്ധവും ഇന്ത്യ നടത്തിയിട്ടുമില്ല. ഇന്ത്യയുടെ ഔദ്യോഗിക ബന്ധം രാമല്ല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാലസ്തീനിയൻ അതോറിറ്റിയുമായിട്ടാണ്. ഹമാസിൻ്റെ ഒക്ടോബർ 7 അപ്രതീക്ഷിത ആക്രമണത്തിൽ ഇസ്രയേലിന് നഷ്ടപ്പെട്ടത് മൊസാദ് ഉൾപ്പെടെയുള്ള അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ക്രെഡിബിലിറ്റിയും വിശ്വാസ്യതയും ആയിരുന്നു. ഈ ആക്രമണത്തിലൂടെ അല്ലെങ്കിൽ ഈ തിരിച്ചടിയിലൂടെ ഇസ്രയേൽ നേടിയെടുത്തിരിക്കുന്ന ഒരു പരിധിവരെ ഈ ഏജൻസികളുടെ വിശ്വാസ്യതയും ക്രിയാത്മകതയും ആണ്. രണ്ടാമത് ഈ ആക്രമണം ഇസ്രയേൽ നടത്തിയിട്ടുള്ളത് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഏത് സമയത്താണ്? ഇറാൻ്റെ രാഷ്ട്രപതിയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ ലോകത്തിൻ്റെ എല്ലാം ശ്രദ്ധ ആകർഷിക്കുന്ന സമയത്താണ് മിതവാദിയായ ഇസ്മായിൽ ഹനിയെ ഇസ്രയേൽ ഇറാനിൽ വെച്ചിട്ട് വധിക്കുന്നത്. ഇതിലൂടെ എന്ത് സന്ദേശമാണ് ഇസ്രയേൽ നൽകുന്നത്? ഹമാസിൻ്റെ ആയാലും ഇറാൻ്റെ ആയാലും നേതാക്കൾ ഇറാനിൽ പോലും സുരക്ഷിതരല്ല എന്ന ഒരു പ്രഖ്യാപനമാണ് ഇസ്രയേൽ നടത്തുന്നത്. മധ്യ ഏഷ്യയിലെ പ്രഖ്യാപിത സൈനിക സാമ്പത്തിക രാഷ്ട്രീയ ശക്തിയായ ഇറാന് ഈ വധം
ഇസ്രയേൽ നൽകുന്ന ഒരു അവഹേളനം കൂടിയാണ്. യുദ്ധപ്രഖ്യാപന വേളയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനമായിരുന്നു ഹമാസിൻ്റെയും ഹമാസ് നേതാക്കളുടെ സമൂലമായ ഉന്മൂലനം. ഇസ്മയിൽ ഹനിയുടെ വധത്തിലൂടെ ഈ ലക്ഷ്യത്തിലേക്ക് ഇസ്രയേൽ കൂടുതൽ അടുത്തെത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇസ്മയിൽ ഹനിയനെ ടെഹ്റാനിൽ വെച്ച്, അതും ഇറാൻ്റെ രാഷ്ട്രപതിയുടെ സ്ഥാനാരോഹണ ചടങ്ങിന് ശേഷം ഇസ്രയേൽ വധിച്ചു? ഇറാന് നേരിട്ട് ആക്രമണം നടത്തുന്നതിന് തുല്യമാണ് ഇസ്മയിൽ ഹനിയുടെ വധം ഇറാനിൽ വെച്ച് നടത്തുന്നത്. എന്തിനു വേണ്ടി ഇസ്രയേൽ ഈ ഒരു സാഹസം ചെയ്തു? നിലവിൽ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ഇസ്രയേൽ നേരിടുന്നത് ഹൂതികളും ഹമാസും ഹിസബുള്ളയും ആണ്. ഇവർ അറിയപ്പെടുന്നത് തന്നെ ഇറാൻ്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഭാഗമാണ്. ഈ ഒരു വധത്തിലൂടെ ഇറാനെ നേരിട്ട് യുദ്ധമേഖലയിലേക്ക് എത്തിക്കുക ഇസ്രയേലിൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഇസ്രയേൽ കൂടുതൽ അടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെയുള്ള സംഘർഷത്തിൽ ഇസ്രയേൽ അവരുടെ സ്ട്രാറ്റജിയായിട്ട് കണക്കാക്കുന്നത് ഒക്ടോപ്പസ് സ്ട്രാറ്റജീനെയാണ്. ഒക്ടോപ്പസ് എന്നാൽ നീരാളി ഇറാനാണെങ്കിൽ ഈ നീരാളിയുടെ വാലുകൾ അല്ലെങ്കിൽ കൈകളാണ് ഹൂതീസും ഹമാസും ഹിസബുള്ളയും ഒക്കെ. ഇറാനിൽ നേരിട്ട് ആക്രമണം നടത്തുക വഴി ഇറാൻ എന്ന നീരാളിയെ നേരിട്ട് വധിക്കുകയാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം. നിലവിലുള്ള സംഘർഷ മേഖല ഇസ്രയേലും ലെബനോണും യമനും ഒക്കെയാണ്. എന്നാൽ ഇറാൻ നേരിട്ട് സംഘർഷ മേഖലയിൽ വരുന്നില്ല. എന്നാൽ ഈ ഒരാക്രമണത്തിലൂടെ ടെഹ്റാനും ലക്ഷ്യസ്ഥാനം ആണെന്ന് പ്രഖ്യാപിക്കുക വഴി യുദ്ധമേഖല വ്യാപിക്കുക ഇസ്രയേലിൻ്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാനെ നേരിട്ട് സംഘർഷത്തിലേക്ക് നയിക്കുക എന്നത് ഇസ്രയേൽ നടത്തുന്ന ഈ നടപടി. ഇറാനിൽ വെച്ച് നടത്തിയ ഈ ആക്രമണത്തിൽ ഇറാന് തിരിച്ചടി നൽകിയേ പറ്റൂ. അതായത് ഇറാനെ പ്രകോപിച്ച് യുദ്ധത്തിലേക്ക് നേരിട്ടെത്തിക്കുക എന്നത് ഇസ്രയേലിൻ്റെ യുദ്ധതന്ത്രമാണ്. ഈ യുദ്ധതന്ത്രത്തിൽ നമുക്ക് നേരിട്ട് ഒരു എക്സാമ്പിളും ഉണ്ട്. ഏപ്രിലിൽ നടന്ന സംഘർഷത്തിൽ ഇറാൻ അവരുടെ മിസൈലുകൾ ഇസ്രയേലിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഘർഷത്തെ എങ്ങനെയാണ് ഇസ്രയേൽ നേരിട്ടത്? ഇസ്രയേൽ ഒറ്റയ്ക്കായിരുന്നില്ല. അമേരിക്ക, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളും അറബ് മേഖലയിലെ ചില രാജ്യങ്ങളും ആയിട്ട് ചേർന്നാണ് ഇസ്രയേൽ ഇറാനെ തടഞ്ഞു നിർത്തിയത്. ഇതുകൊണ്ട് നമുക്ക് എന്താണ് വ്യക്തമാകുന്നത്? തുറന്ന ഒരു യുദ്ധത്തിൽ ഇറാൻ്റെ കൂടെ എല്ലാ അറബ് രാജ്യങ്ങളും നിൽക്കുമോ എന്ന് ഒരു സന്ദേഹം ഉണ്ട്. ആ സന്ദേഹം എങ്ങനെ വരുന്നു? ഇതിന് അറബ് മേഖലയിലുള്ള ശാക്തിക ചേരിതിരിവുകൾ ഒരു കാരണമാണ്. നേരിട്ടുള്ള യുദ്ധത്തിൽ ഇറാനെ മുട്ടുകുത്തിക്കുക വഴി മേഖലയിലെ അപ്രമാദിത്വമായ ഒരു സൈനിക, സാമ്പത്തിക, രാഷ്ട്രീയ ശക്തിയായിട്ട് ഇസ്രയേലിന് വളരാൻ പറ്റും എന്ന ഒരു യുദ്ധലക്ഷ്യവും ഈ ഒരു ആക്രമണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രയേലുമായിട്ടും ഇറാനുമായിട്ടും വളരെ ഊഷ്മള ബന്ധമാണ് ഭാരതത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷത്തിന് എത്രയും പെട്ടെന്ന് ഒരു അറുതി വരുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു. ഭാരതം മുന്നോട്ട് വെക്കുന്ന യുണൈറ്റഡ് നേഷൻസ് താത്വികമായി അംഗീകരിച്ചിട്ടുള്ള 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഇതിന് ഒരു പരിഹാരമാണെന്ന് ന്യൂഡൽഹി കരുതുന്നു. So what is 2 state solution? For that, log into a next video. ഈ ആശയത്തെപ്പറ്റി നിങ്ങളുടെയുള്ള അഭിപ്രായങ്ങളും സന്ദേശങ്ങളും ഞങ്ങളായിട്ട് കമൻറ്റിൽ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലും ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്കിങ് യു. ജയ് ഹിന്ദ്.